वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे वृदासुदं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। यं प्रव्रजन्तमनुवेदमवेदकृत्यं द्वैपायनो विरहगादराजुहाव पुत्रेति तन्मयतया तरवो विनेदो सर्वबोधहृदयं मुनिमानतोऽस्मि. ഇതിൻ്റെ വാക്കർത്ഥം: അനുവേദം ഉപനയനം കഴിക്കാത്തവനും കൃത്യങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനും പ്രവ്രജന്തം സന്യസിച്ച് പോകുന്നവനുമായ യം യാതൊരുവനെ വിരഹകാതരഃ വിയോഗത്താൽ ദുഃഖിതനായിരിക്കുന്ന ദ്വൈപായനഃ വ്യാസൻ പുത്രാ ഇതി അല്ലയോ പുത്ര എന്ന് ആജുഹാവ ആഹ്വാനം ചെയ്തുവോ അയം ഇവൻ സർവബോധങ്ങളുടെ ഹൃദയബോധനാവുന്നുവെന്ന് തന്മയാതയ ശുഭഭാവത്തെ അവലംബിച്ചവരായിട്ട് തരവഹ തരുക്കൾ അഭിനേതു മറുപടി പറഞ്ഞുവോ തം മുനി ആ മുനിയെ ആനത അസ്മി ഞാൻ നമസ്കരിക്കുന്നു. പത്മപുരാണാന്തർഗതമായിരിക്കുന്ന 6 അധ്യായങ്ങൾ കൊണ്ട് ഭാഗവത മഹാത്മ്യത്തെ പ്രതിപാദിക്കുന്നു. ആദ്യമായിട്ട് ഗുരുവന്ദനം. ഭാഗവതാചാര്യനായ ശ്രീ ശുഭമുനിയെ നമസ്കരിക്കുന്നു. പിതാവിൽ കൂടെ തൻ്റെ അച്ഛൻ എന്നുള്ള ഭാവമില്ലാതെ സന്യസിച്ചു പോകുന്ന യാതൊരുവിനെ വേർപിരിയേണ്ടി വരുന്നതിനാലുള്ള അസഹ്യ ദുഃഖം നിമിത്തം ശ്രീ വ്യാസമുനി ഹേ പുത്ര എന്ന് ഋതസുരത്തിൽ വിളിച്ചുവോ. അപ്രകാരം പോവാൻ കാരണമെന്തെന്നാൽ ലോകത്തിൽ അനുഭോഗ്യങ്ങളായ കാണപ്പെടുന്ന സർവ വസ്തുക്കളും ക്ഷയിക്കുന്നവയാണെന്ന് ജന്മമാത്രത്താൽ അറിവാൻ തക്കവിധം വിഷയവൈരാഗ്യം സിദ്ധിച്ചവനും അതുകൊണ്ട് തന്നെ കർമ്മത്തിന് അധികാരം സിദ്ധിക്കുന്ന ഉപദയനാദി കർമ്മങ്ങളൊന്നുമില്ലാത്തവനുമായിരുന്നു. അതുകൊണ്ട് സർവത്തിനെയും ഉപേക്ഷിച്ച് പോയി. അപ്പോൾ വ്യസനയുക്തനായ പിതാവ് ദീർഘസ്വരത്തിൽ വിളിച്ചുകൊണ്ട് പിന്തുടർന്നു. സർവാത്മഭാവം നിമിത്തം സമീപത്തുള്ള വൃക്ഷങ്ങൾ കൂടെ അപ്പോൾ പുത്ര എന്നതിനെ തന്നെ പ്രതിശബ്ദിച്ചുവോ. ഹേ വ്യാസമുനി, അങ്ങയുടെ ഈ പുത്രൻ ബ്രഹ്മസാക്ഷാത്കാരം നിമിത്തം സർവഭൂതങ്ങളുടെയും ഹൃദയമായി ഭവിച്ചിരിക്കുന്നു. സർവാന്തര്യാമിയായ ബ്രഹ്മമായി ഭവിച്ചിരിക്കുന്നു. ഇവനിൽ പുത്രഭാവം അങ്ങയ്ക്കുണ്ടാകാതിരിക്കണമെന്നുള്ള അർത്ഥത്തെ പ്രകാശിപ്പിച്ചുവോ. ഏതൊരുവൻ്റെ മഹാത്മ്യത്താൽ വൃക്ഷങ്ങൾ കൂടെ ഈ വിധം ശബ്ദിച്ചുവോ ആ ശുഭമുനിയെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ. ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചവരാണ് ബ്രഹ്മോപദേശം ചെയ്യുവാൻ അധികാരികൾ. സാക്ഷാത്കാരം സിദ്ധിച്ചവരാണ് ബ്രഹ്മോപദേശം ചെയ്യുവാൻ അധികാരികൾ. അവരുടെ ഉപദേശം സിദ്ധിച്ചതുകൊണ്ടാണ് പരീക്ഷത്തിന് പരമപുരുഷാർത്ഥമായ മോക്ഷം ലഭിച്ചത്. അപ്രകാരമിരിക്കുന്ന പരമാചാര്യന്മാരെ ആരെല്ലാം ശരണം പ്രാപിക്കുന്നുവോ അവരെ എല്ലാം അനുഗ്രഹിക്കുന്നതിനുള്ള മാഹാത്മ്യം അവർക്കുള്ളതുകൊണ്ട് ഭാഗവത ശ്രവണ കീർത്തനങ്ങളിൽ തൽപരന്മാരായിരിക്കുന്നവൻ ശ്രീ ശുഭാചാര്യനെ തന്നെ കാരണഗുരുവായിട്ട് കരുതേണ്ടതാണെന്നുള്ള സാരത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. നൈമിഷേ സുതമാസീനം അഭിവാദ്യ മഹാമതേ കഥാ മൃദരസാസ്വാദ കുശലസൗനഗോ ബ്രവീത്. നൈമിഷേ സുതമാസീനം അഭിവാദ്യ മഹാമതീം കഥാ മൃദരസാസ്വാദ കുശലസൗനഗോ ബ്രവീത്. നൈമിഷത്തിൽ ആസീന
അതിനെ അഭിവാദ്യ വന്ദിച്ചിട്ട് കഥാമൃതരസം സ്വാദാസ്വാദ കുശല, കഥാമൃത രസത്തെ ആസ്വദിക്കുന്നതിൽ സമർത്ഥനായ ശൗനകൻ അബ്രവീത് പറഞ്ഞു. ഭാഗവതത്തെപ്പറ്റി ആർ ചോദിച്ചു. ആർ ഉത്തരം പറഞ്ഞു. എന്തു കാണിപ്പാനായിട്ടാണ് ആദ്യമായി കഥാരൂപേണ ഉത്ഭവിച്ച രീതിയെ പറയുന്നു. നൈമിഷാരണ്യത്തിൽ ആസനത്തിന്മേലിരിക്കുന്ന മഹാബുദ്ധിശാലിയായ സൂതനെ നമസ്കരിച്ചിട്ട് ശുനകപുത്രനായതുകൊണ്ട് ശൗനകനെന്ന് സുപ്രസിദ്ധനായ ബ്രാഹ്മണൻ ചോദിച്ചു. കഥകളിൽ നിന്ന് ലഭിക്കുന്ന മാധുര്യമാവുന്ന അമൃതത്തെ ആസ്വദിക്കുന്നതിൽ ശൗനകന് പ്രത്യേകമായ ഒരു സാമർഥ്യമുണ്ട്. അതുകൊണ്ട് വേണ്ടുന്ന വിധം ചോദ്യം ചെയ്യുവാൻ സാമർഥ്യമുള്ളവനാണെന്ന് സൂചിപ്പിച്ചു. ചോദ്യം വേണ്ടതുപോലെയായാൽ മാത്രമേ വക്താവിൻ്റെ ജ്ഞാനം മുഴുവനും പുറമേ പ്രകാശിക്കുകയുള്ളൂ. ചോദിക്കാത്തവനോട് പറയരുതെന്നാണ് മഹാദഭിപ്രായം. ചോദ്യത്തിൽ നിന്ന് കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ അധികാരവിശേഷമറിയാം. അതനുസരിച്ച് മാത്രമേ വക്താവ് പറയുകയുള്ളൂ. പറവാൻ സമർത്ഥനാണ് സൂതനെന്ന് മഹാമതിയെന്ന് പറയാൻ സമർത്ഥനാണ് സൂതനെന്ന് മഹാമതി എന്ന വിശേഷണത്താൽ കാണിച്ചു. കഥാമൃതരസാസ്വാദ കുശല എന്ന വിശേഷണത്താൽ ശൗനകൻ കേട്ട് രസിപ്പാൻ സമർത്ഥനാണെന്നും സൂചിപ്പിച്ചു. ശൗനകുവാച അജ്ഞാനദ്വാന്തവിധ്വംസ കോടി സൂര്യസമപ്രഭ സൂരായാഹി കഥാസാരം മമ കർണരസായനം. അജ്ഞാനം അറിവില്ലായ്മ, ദാന്തം അന്ധകാരം, വിശ്വാസം വിധ്വംസം നാശം, കോടി സൂര്യ സമപ്രഭ കോടി സൂര്യ സമമായ പ്രഭയോടുകൂടിയവൻ, മമ എൻ്റെ കർണരസായനം കർണങ്ങൾക്ക് രസത്തെ നൽകുന്നതായ കഥാസാരത്തെ ആഖ്യാനം ചെയ്താലും. ശൗനകൻ പറഞ്ഞു. അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിൽ കോടി സൂര്യ സദൃശിയായ പ്രഭയോടുകൂടിയ ഹേ സൂത, എൻ്റെ കർണങ്ങളെ ആനന്ദിപ്പിക്കുന്നതായ കഥാസാരത്തെ അങ്ങ് പറഞ്ഞാലും. അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ട അന്ധകരണവൃത്തി ആത്മാവിനെ അറിയുന്നില്ല. അന്ധകാരത്തിൽ മറയ്ക്കപ്പെട്ട നേത്രം പുറമെയുള്ള പദാർത്ഥങ്ങളെ കാണാത്തതുപോലെ അതുകൊണ്ട് അജ്ഞാനത്തിന് അന്ധകാര സാദൃശ്യം കൽപ്പിച്ചു. സൂര്യപ്രഭ പുറപ്പെടുമ്പോൾ അന്ധകാരം നശിക്കുന്നതുപോലെ സൂതമുഖത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടു തുടങ്ങുമ്പോൾ കേൾക്കുന്നവരുടെ അജ്ഞാനം നശിക്കുന്നതിനാൽ സൂതവാക്കുകൾക്ക് സൂര്യപ്രഭ സാദൃശ്യവും കൽപ്പിച്ചു. കഥകൾ അനേകകളും വിസ്താരമറിയവയുമാകയാൽ അവയെല്ലാം കേൾപ്പാൻ ആഗ്രഹമില്ല, പറയുകയും വേണ്ട. കഥകളിൽ അടങ്ങിയിരിക്കുന്ന സാരം പറഞ്ഞാൽ മതിയെന്ന് സൂചിപ്പിക്കുവാനാണ് കഥാസാരമെന്ന് ഉപയോഗിച്ചത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൂന്ന് ശ്ലോകങ്ങളായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ്ങും